എൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഞങ്ങളുടെ നാടായ തകഴിയിലായിരുന്നു ഞങ്ങൾ. ചടങ്ങുകളും മറ്റു നടന്നിരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വാർത്തകൾ ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരമാണ് കമ്മ്യൂണിസ്റ്റ് കേരള എന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ ഷാനിമോൾ ഉസ്മാൻ CPM-ലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആ ഹാൻഡിൽ CPM-ൻ്റേതാണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. 16 വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ ആകൃഷ്ടയായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് പൊതുരാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഞാൻ മരണം വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗമായി തുടരും എന്നുള്ളത് ഞാൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ അപമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റായിട്ടാണ് എനിക്കത് തോന്നിയത്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ ദുരുദ്ദേശപരമായിട്ട് CPM ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഒരു പ്രചരണം നടത്തിയത് സത്യത്തിൽ അവരുടെ ഗതികേട് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ആലപ്പുഴ SP-ക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ വൈകാരികമായി പ്രയാസപ്പെട്ടിരിക്കുന്ന എന്നെ ഒരുപക്ഷെ ഞാനിതിൽ പ്രതികരിക്കില്ല എന്നുകൂടി കരുതിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് CPM ഇട്ടിട്ടുള്ളത്. ആലപ്പുഴ SP-ക്ക് അപമാനകരമായിട്ട് ദുരുദ്ദേശപരമായിട്ട് എന്നെ CPM-ന്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ള തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആ വാർത്ത എനിക്ക് മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കും പൊതുസമൂഹത്തിലുള്ളവർക്കുമൊക്കെ വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് കേരള എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അഡ്മിനെതിരെ അതാരാണോ അവരെ കണ്ടെത്തിക്കൊണ്ട് നിയമ നടപടി തേടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ചിത്രം അവർ ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് അതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അടിയന്തിരമായിട്ട് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം കേരളത്തിലെ CPM മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. കൂട്ടത്തോടെ ആ പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു ചേരുന്ന ഒരു സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള പ്രശ്നങ്ങളുടെ പേരിൽ CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളെ ആ പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, പൊതുസമൂഹത്തിൽ ഇന്ന് മറ്റുള്ളവരുടെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തരത്തിൽ അഴിമതിയെയും അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ പോലും സംരക്ഷിക്കുകയും ചെയ്യുന്ന CPM-ന്റെ നിലപാടിനെ അതിശക്തമായി ആ പ്രവർത്തകർ പോലും ആക്ഷേപിക്കുകയും അവർ പോലും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിന്മേൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. കേരളത്തിലെ ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങളും സത്യസന്ധമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കലുമൊക്കെ ചെയ്യുന്നത് CPM തന്നെയാണ്. അതിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഞാൻ അറിയിക്കുന്നു. ഇത് CPM-ന്റെ ഹാൻഡിലാണ്. നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ
അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ചില ആളുകളുടെ പേര് വെച്ചിട്ടുള്ള ഫാൻസും ഒക്കെയാണ് ഇത് ഇട്ടിരിക്കുന്നത്. അതിന്റെ പ്രചാരകരും അവർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ സമയത്ത് അതിന്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഒരു തരത്തിലും നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം ഭരിക്കുന്ന ഈ പാർട്ടി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നുള്ള ഉറച്ച വിശ്വാസം CPM-നുണ്ട്. അവർ പരമാവധി ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ള നിലപാടിലേക്ക്, അത് രാഷ്ട്രീയ നേതാക്കളുടെ ക്രെഡിബിലിറ്റി അവരുടെ 2 പോസ്റ്റ് കൊണ്ടൊന്നും ഇത് ഇളകുന്നതല്ല എന്നവർ മനസ്സിലാക്കേണ്ടതാണ്. അത് ആരുടെയായാലും. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകയായി തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന എന്നെ പോലെ ഒരാളെ ഇത്തരത്തിൽ ഒരു പ്രചരണത്തിലൂടെ അവര് എന്താണ് ഉദ്ദേശിച്ചതെന്നാൽ അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്.